CPMന്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് നടന്നു. ഇനി CPIയുടെ ഊഴമാണ്. CPIയുടെ മണ്ഡല ജില്ലാ തലത്തിലുള്ള സമ്മേളനങ്ങൾക്ക് ശേഷം സെപ്റ്റംബറോടുകൂടി സംസ്ഥാനതല സമ്മേളനം നടക്കുമെന്നും അതിനുശേഷം ചണ്ഡീഗഡിൽ വെച്ച് പാർട്ടി കോൺഗ്രസ് ഉണ്ടാകുമെന്നും CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വം അറിയിച്ചു. അതോടൊപ്പം പാർട്ടിയിൽ ഉള്ളത് ഒരു ജനാധിപത്യ രീതിയാണെന്നും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അറിയുന്നവർക്കറിയാം പാർട്ടിക്കുള്ളിൽ എല്ലാ കാലത്തും ഒരു ജനാധിപത്യ പ്രക്രിയ ഉണ്ടെന്നും ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ അവർക്ക് ജനാധിപത്യപരമായി മത്സരിക്കുവാനുള്ള എല്ലാ അവകാശവും പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നും, എന്നാൽ ചില പാർട്ടികളെ പോലെ ചേരിതിരിഞ്ഞോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സംവിധാനം ഉണ്ടാക്കിയോ മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുടെ പുറത്ത് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ സാധിക്കില്ല എന്നും അത് കർശനമായി എതിർക്കുമെന്ന് തന്നെയാണ് ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണവേ പറഞ്ഞത്. അല്ല, പാർട്ടി കൗൺസിലിൽ ചർച്ചയുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ ചർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും, ഉണ്ടാകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. പാർട്ടിക്കകത്ത് ചർച്ചകൾക്കിടമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് പാർട്ടിയെപ്പറ്റി, LDFനെ പറ്റി, ഗവൺമെൻറ്റിനെ പറ്റി എല്ലാം സ്വാഭാവികമായിട്ടും പാർട്ടി യോഗത്തിൽ ചർച്ചയുണ്ടായിട്ടുണ്ട്. ആ ചർച്ചകളെല്ലാം LDFനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് സംശയമൊന്നും ആർക്കും വേണ്ട. പൂർണ്ണമായ അസംബന്ധം, വേറെ വാക്കില്ല, പൂർണ്ണമായും അസംബന്ധം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയെപ്പറ്റി അറിയാത്തവർ, എന്താണ് പാർട്ടി പറഞ്ഞു വന്ന കാര്യം മനസ്സിലാക്കാത്തവർ, മനസ്സിലാക്കിയാലും അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ, അവർക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനെ പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ പരിപൂർണമായും പാർട്ടി ഭരണഘടന പാലിക്കപ്പെടും, പൂർണ്ണമായിട്ടും. എന്നാൽ പാർട്ടിയുടെ സമ്മേളനങ്ങളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നീക്കത്തെ സംഘടിതമായിട്ട് ആരെങ്കിലും ഒരു നീക്കം നടത്തിയാൽ ആ നീക്കത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യം പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ഗൈഡ് ലൈൻസ് പാർട്ടി കൊടുത്തിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസിൻ്റെ ഓരോ വാക്കും പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് പൂർണ്ണമായും വിധേയമാണെന്ന കാര്യവും പാർട്ടിക്കറിയാം, സഹാക്കൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പാർട്ടിയുടെ ഈ നിലപാടിനെ പറ്റി ശത്രുക്കൾ പ്രചരിപ്പിക്കുന്ന പ്രചാരവേലയുടെ ഇരയാളായിട്ട് ആരും മാറാതിരിക്കട്ടെ. ഒരു പാനൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മത്സരങ്ങളാകാം, പക്ഷേ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരിടത്ത് കൂടിയിരുന്നു കൊണ്ട് ഗ്രൂപ്പുണ്ടാക്കി, ബദൽ പാനലുണ്ടാക്കി, ഒരു ചേരി ഉണ്ടാക്കി മത്സരിക്കാനുള്ള നീക്കം പാർട്ടിക്ക് വേണ്ടിയല്ല, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയല്ല. ആ നീക്കത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രോത്സാഹിപ്പിക്കില്ല. ഒരു സഖാവിന് ഒരു പാനൽ വയ്ക്കുന്നു, ആ പാനലിനെതിരായിട്ടോ അതിൻ്റെ പുറമേ ഒരു പേര് സഖാവിന് താങ്കൾക്ക് പറയാം, മത്സരിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ സംഘം ചേർന്ന് മുൻകൂട്ടി തയ്യാറാക്കി ഒരു ചേരി ഉണ്ടാക്കി ആ ചേരിയുടെ ഭാഗമായിട്ട് ഒരു ബദൽ പാനലുണ്ടാക്കിയുള്ള മത്സര രീതിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. എതിർപ്പുള്ളവർക്ക് എല്ലാവർക്കും പാർട്ടിയുടെ വേദിയിൽ, പാർട്ടിയുടെ കോൺഫറൻസിൽ, പാർട്ടി കമ്മിറ്റിയിൽ എതിർപ്പോ വിമർശനമോ പറയാനുള്ള എല്ലാ അവകാശവും ഈ പാർട്ടി സമ്പൂർണ്ണമായും അനുവദിക്കുന്നുണ്ട്. ഇല്ല, മത്സരിക്കാൻ വിലക്കില്ല. മത്സരിക്കാൻ വിലക്കുള്ളതായിട്ടുള്ള പ്രചാരവേല അങ്ങേയറ്റം അബദ്ധപൂർണ്ണമാണ്. ആ ഒരു നുണ ദയവായി പ്രചരിപ്പിക്കാതിരിക്കുക. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അതായത് തീർത്തും ജനാധിപത്യപരമായി. അത് അങ്ങനെയല്ല എന്നും അഭിപ്രായ സ്വാതന്ത്ര്യം ഇടതുപക്ഷ പാർട്ടിക്കുള്ളിലില്ല എന്നും വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്ന ചില പാർട്ടികളും ചില മാധ്യമങ്ങളുമുണ്ട്. അവരുടെ ധാരണകളെല്ലാം എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന തരത്തിലേക്കുള്ളൊരു താക്കീത് കൂടിയാണ് ബിനോയ് വിശ്വം നൽകിയിരിക്കുന്നത്.